നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഇന്ത്യ പാക് ബന്ധം ഏറ്റവും മോശമായിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളാലും നട്ടം തിരിയുകയാണ്. പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. പാകിസ്ഥാൻ പട്ടാളവുമായി നേർക്കുനേർ പോരാടുന്ന ബലൂച്ച് വിമോചന പോരാളികൾ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഉടനുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും വലുതും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമാണ് ബലൂചിസ്ഥാൻ. ഇന്ത്യൻ അതിർത്തിയിലും ഇന്ത്യക്കുള്ളിലെ തീവ്രവാദത്തിന് എല്ലാ സഹായവും നൽകുന്ന പാകിസ്ഥാന് അവരുടെ രാജ്യത്തിനുള്ളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ബലൂച്ച് വിഘടനവാദം. പാകിസ്ഥാനെ വിറപ്പിക്കുന്ന ബലൂജികൾ ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള മേഖലയാണ് ബലൂചിസ്ഥാൻ. മധ്യപൂർവ്വ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഹോർമുസ് ഉൾക്കടൽ ഈ പ്രദേശത്താണ്. ഇവിടെയാണ് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും. അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള ഇക്കണോമിക് കോറിഡോറും സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാനിലെ മക്രാൻ തീരത്താണ്. ഇത്തരം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ അതീവ തന്ത്രപ്രധാന പ്രദേശമാണിത്. പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയിലുള്ള 44% ബലൂചിസ്ഥാൻ ഉൾക്കൊള്ളുന്നത്. എന്നാൽ രാജ്യത്തെ ജനസംഖ്യയുടെ വെറും 5% മാത്രമാണ് ബലൂജികളുടെ അംഗസംഖ്യ. സുന്നി മുസ്ലിങ്ങളായ ബലൂജികളാണ് ഇവിടെ താമസിക്കുന്നത്. എന്നാൽ മതത്തെയല്ല, വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവരാണ് ഇവർ. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമായി പടർന്നു കിടക്കുന്ന വംശമാണ് ബലൂജികൾ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ഇതിനപ്പുറം ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാനിലും ബലൂജികൾ തന്നെയാണ് പ്രബല വിഭാഗം. അഫ്ഗാനിസ്ഥാനിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തതോടെയാണ് ബലൂജികളുടെ ഹൃദയം നുറുങ്ങിയത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു ഒരു വിഭാഗം ബലൂജികൾ താൽപ്പര്യം കാണിച്ചത്. എന്നാൽ സ്വതന്ത്ര ബലൂചിസ്ഥാനായിരുന്നു മറ്റു വിഭാഗത്തിന്റെ താൽപ്പര്യം. ഇവിടുത്തെ പൊതുവികാരം അതുതന്നെയായിരുന്നു. പക്ഷേ മുഹമ്മദ് അലി ജിന്നയുടെ പിടിവാശിയിൽ ആ മോഹം തകർന്നു. ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാർക്കും താൽപ്പര്യം. മേഖലയിലെ മറ്റ് നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ താൽപ്പര്യം കാട്ടിയതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു. പാക് സൈന്യം ബലൂചിസ്ഥാനിലേക്ക് നീങ്ങി. ബലൂജികൾ ചെറുത്തെങ്കിലും പാക് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കീഴടങ്ങേണ്ടി വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെ ബലൂച്ച് വംശീയവാദത്തിന് ആക്കം കൂടി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കശ്മീരിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ മണ്ണിൽ ബാഹ്യ പ്രേരണകൾ ഒന്നും കൂടാതെ കശ്മീരിന് സമാനമോ അതിലും തീവ്രമോ ആയ വിഘടനവാദം ശക്തിപ്പെടുകയായിരുന്നു. ഗാന്ധിജിയുടെ ഏറെ പ്രിയപ്പെട്ട പ്രദേശം കൂടിയാണ് ബലൂചിസ്ഥാൻ. എന്തായാലും ബലൂജികൾ നല്ല പണിയാണ് പാകിസ്ഥാന് നൽകുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.